ദാ ഈ കാണുന്ന ഇദ്ദേഹമാണ് സിറാജുദ്ദീൻ ലത്തീഫി. വേഷഭൂഷാദികൾ കണ്ടാൽ വലിയ പണ്ഡിത ശിരോമണിയാണെന്ന് തോന്നും. ഇയാളാണ് ആ 5 കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ ഇല്ലാതാക്കി കളഞ്ഞ നരാധമൻ. കൊലപാതകം തന്നെയാണ്, ആസൂത്രിത കൊലപാതകം. നരഹത്യയ്ക്ക് കേസെടുക്കുക തന്നെ വേണം. കേവലം 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയാണ്. 5 പ്രസവം കഴിഞ്ഞു. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതെന്താ, സ്ത്രീകളൊരു യന്ത്രമാണെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഉസ്താദുമാർ? 3 പ്രസവം ഹോസ്പിറ്റലിൽ, 4ഉം 5ഉം വീട്ടിൽ. എന്താ കാരണം എന്നറിയോ? അപ്പോഴേക്കും ഈ പണ്ഡിത ശിരോമണി ഒരു ഡോക്ടറായി കഴിഞ്ഞിരുന്നു. എന്താ, എന്തു പറ്റി ഇവിടെയുള്ള മുസ്ലിം സമുദായ സംരക്ഷകർക്കൊക്കെ? എന്താ വായിൽ നാവിറങ്ങിപ്പോയോ? ഇത് ദീനിൻ്റെ കാര്യമാണ്. ദീൻ പറയാൻ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയ മടവൂർ കാഫിലയാണ് നാട്ടുകാർക്ക് രോഗശാന്തി, ചികിത്സ, മന്ത്രവാദം, മന്ത്രിച്ചൂതൽ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. വീട്ടിൽ പ്രസവിച്ചാൽ മതിയെന്ന് ഉപദേശിക്കുന്ന എത്ര വാതുപറച്ചിലുകൾ നിങ്ങൾക്ക് കേൾക്കണം. അത് ഒട്ടനവധി ഉണ്ട്. അതും ഉസ്താദുമാർ നിരന്തരം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഇരകളാണ് പാവം സ്ത്രീകൾ. ഇയാളെ പുതിയാപ്പിളയാക്കി ആനയിച്ചു കൊണ്ടുപോകാൻ ഇപ്പം എത്തും വേറൊരു സാധു പെണ്ണിൻ്റെ വീട്ടുകാർ. പുയ്യാപ്പിള സൽക്കാരം, ഹണിമൂൺ, ഗർഭമുണ്ടാക്കൽ, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ പെണ്ണുമൊടുവിൽ വീട്ടിൽ പ്രസവിക്കും. മരിക്കുമോ, കുട്ടി മരിക്കുമോ, ആ അമ്മ മരിക്കുമോ, ഇതൊന്നും ആർക്കും അറിയില്ല. പെണ്ണിൻ്റെ ജീവൻ നിനക്കൊന്നും ആരും തീരെഴുതി തന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യൂ, പരീക്ഷണം നടത്താൻ സ്വന്തം ശരീരം തന്നെ നിങ്ങളൊക്കെ ഉപയോഗിക്കുക. കിഡ്നിയോ ലിവറോ ഇതൊക്കെ മാറ്റിവെക്കാനുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ അക്യുപഞ്ചറുകാരെ വിളിച്ച് ചെയ്ത് നോക്കിക്കുക. അതിന് ഹോസ്പിറ്റലിലേക്ക് ഓടരുത് പെട്ടെന്ന് തന്നെ. ജലദോഷം വന്നാൽ പോലും ഇവനൊക്കെ ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ഓടും. ഈ നരാധമനെയൊക്കെ എന്തു ചെയ്യണമെന്ന് സർക്കാർ തന്നെ തീരുമാനിക്കുക. ഗർഭിണിയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും ആരോഗ്യ സംരക്ഷണം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ തന്നെ ജനിച്ചു വീഴണം. വീട്ടിലെ പ്രസവം നിർത്തിക്കണം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ പ്രശ്നം പരിഹരിക്കുക തന്നെ വേണം. എന്തായാലും എല്ലാവരും ഇത് കേട്ട സ്ഥിതിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരേട്ടാ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തോട്ടെ. ചില ആൾക്കാർക്ക് അത് ഗുണമാവട്ടെ. പിന്നെ ഇത്താൻ ആർക്കെങ്കിലും വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയിട്ടാ.